ശബരിമലയെക്കുറിച്ച് നമ്മൾ ഗൗരവമായ ഒരുപാട് വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറെ കള്ളത്തരങ്ങൾ കൂടി ആചാരം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊരു വരേണ്യവർഗത്തിൻ്റെ, ഞാൻ വരേണ്യവർഗം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരും നമ്പൂതിരിമാരാണെന്ന് കരുതരുത്. അങ്ങനെയല്ല. ഞാനിവിടെ പറയാൻ പോകുന്ന വരേണ്യവർഗം എന്ന് പറഞ്ഞാൽ ഏത് സമൂഹത്തിലും ഒരു കച്ചവട സമൂഹം ഉയർന്നു വരും, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സമൂഹം, അതിൽ മുസ്ലിങ്ങളും വരും, ക്രിസ്ത്യാനികളും വരും. ഇപ്പം ശബരിമലയിൽ കോയാത്തിരിയല്ലേ ഏറ്റവും കൂടുതൽ തിരി ഇറക്കുന്നത്? കോയാത്തിരിയാണ്, സാമ്പ്രാണി തിരി. അതൊരു മുസ്ലിമാണ് ഇറക്കുന്നതെന്ന് കാരണം എനിക്കറിയില്ല, മുസ്ലിമിന്റെ പേരാണ്. തിരിയുടെ പേര് തന്നെ വേറെ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ പല സാധനങ്ങളും പിന്നെ അവിടെ ലേലം എടുക്കുന്നതൊക്കെ മുസ്ലിംസാണ്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട് ശബരിമലയിൽ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വരേണ്യവർഗം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, നമ്പൂതിരി അങ്ങനെയല്ല. ഈ ഒരു ഉയർന്ന വർഗം, അതായത് ഈ ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്ന വർഗം, ആ വിഭാഗം. അല്ലാതെ മഹാഭൂരിപക്ഷം വരുന്ന തന്ത്രിമാരും അല്ലെങ്കിൽ നമ്പൂതിരിമാരും പോറ്റിമാരും ഒന്നും അതിൻ്റെ ബെനിഫിഷ്യറീസ് ഒന്നുമല്ല ശബരിമലയുടെ. ഈ ബെനിഫിഷ്യറിയിൽ വരുന്ന ദേവസ്വം ബോർഡ് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അടക്കമുള്ള ഒരു സംഘത്തെയാണ് ഞാൻ ഈ വരേണ്യവർഗം എന്ന് പറയുന്നത്. അവിടെ തെറ്റിദ്ധരിച്ചല്ലായിരുന്നു വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെ ഒരു കുത്തിത്തിരിപ്പാണ് ശബരിമലയിലുള്ള വേറൊരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് 1902 തീ പിടിക്കുന്ന കാലം മുതൽ 1950 കഴിഞ്ഞ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന കാലം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡിപ്പാർട്ട്മെന്റ്, ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് മുമ്പ് ട്രാവൻകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അത് മൺട്രോ സാഹിബ് പിന്നെ എന്താണ് വനിതകളായിരുന്ന 2 രാജ്ഞിമാരുണ്ടായിരുന്ന സമയത്ത്, പാർവതി ഫായും ലക്ഷ്മി ഫായും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മൺട്രോ സാഹിബിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെയാണ് ദേവസ്വം ബോർഡൊക്കെ ആയത് സ്വതന്ത്ര ഇന്ത്യയിൽ, അല്ല സ്വതന്ത്ര കേരളത്തിൽ, അല്ലെങ്കിൽ പുതിയ ഇതുവരെ ഇവർ വന്നതിന് ശേഷം, അതായത് EMSൻ്റെ ഗവൺമെൻറ്റൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതിനു മുമ്പ് ഇതായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്തിൻ്റെ പിറകിലോട്ട് പോകുമ്പോൾ പന്തളം കൊട്ടാരവും മരയലയന്മാരും കൂടിയായിരുന്നു ശബരിമല നോക്കിയിരുന്നത്. വർഷം മുഴുവൻ ഈ കാര്യങ്ങൾ അവിടെ പോയി ശബരിമല 18-ാം പടി കയറി പൂജ നടത്താൻ പറ്റത്തില്ല. 18-ാം പടിക്ക് മുകളിലുള്ള സ്ഥലത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം, അതായത് ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച്, മകരമാസത്തിൻ്റെ സംക്രാന്തിയോടനുബന്ധിച്ച് 2-3 ദിവസം, ചിലപ്പോൾ 5 ദിവസം, 6 ദിവസം, 7 ദിവസമൊക്കെയാണ് ശബരിമല തുറന്നിരുന്നത്. അപ്പോൾ 1000 പേര്, സാധാരണ ദിവസങ്ങളിൽ 1000 പേര്, ഈ മകരവിളക്ക് കൊളുത്തുന്ന ദിവസം 2000, 3000, 4000, 5000 പേര് വന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വർഷത്തിൽ ഒരു പ്രാവശ്യം അവിടെ തുറക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാണ് ആ സമയത്ത് ബാക്കിയുള്ള 18 മലകളുണ്ട് അവിടെ. 18 മലകളിലും 18 മലദൈവങ്ങളുണ്ട്. അതിൽ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനെ അവരുടെ ഒരു മലദൈവമായി, ഒരു ശാസ്താ മലദൈവമായിട്ട് അരയന്മാർ, മലയരയന്മാരും ആദിവാസികളും കരുതിയിരുന്നു. മലയരയന്മാർ മാത്രമല്ല ആദിവാസികളും കരുതിയിരുന്നു. അവരാണ് ഈ വർഷത്തിൽ മുഴുവൻ അതിൻ്റെ ഒരു രക്ഷകരായിട്ട് നിന്നത്. പക്ഷെ പൂജ നടത്തുന്നതും മറ്റു കാര്യങ്ങളും വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് നാട്ടിൽ നിന്ന് പോറ്റിമാർ പോയിട്ടാണ് ചെയ്തിരുന്നത്. തിരുമേനിമാരും എമ്പ്രാന്തിരിമാരുമാണ് ചെയ്തിരുന്നത്. അത് ഏറ്റവും കൂടുതൽ പോയിരുന്നത് ചെങ്ങന്നൂർ, മാവേലിക്കര, പിന്നെ പയ്യന്നൂർ ഭാഗത്തു നിന്നുള്ളവരാണ്. കൂടുതലും ചെങ്ങന്നൂർ, മാവേലിക്കരക്കാരാണ്. അതിന് കാരണം പന്തളം കൊട്ടാരവുമായിട്ടുള്ള ബന്ധമാണ്. പന്തളം കൊട്ടാരക്കാർ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി ആര് പണിതു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ നിന്ന്. എന്തായാലും പന്തളം കൊട്ടാരത്തിൻ്റെതായിരുന്നു. ആ സമയത്ത് ഞാൻ അതിൻ്റെ വേറെ വീഡിയോ ചെയ്യാം. ഇതെങ്ങനെ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്ത് എത്തി എന്നുള്ളത് വേറെ കഥയുണ്ട്. ഇതിൽ പറയുന്നത് വർഷത്തിൽ 7 ദിവസം മാത്രം പൂജയുണ്ടായിരുന്ന അമ്പലം പിന്നെ അത് സീസണാക്കി. വൃശ്ചികമാസം 1 മുതൽ മകരമാസം വരെയുള്ള ഒരു സീസണാക്കി. വൃശ്ചികം, ധനു, മകരം 3 മാസത്തിൽ 60 ദിവസം, അതായത് പിന്നെ മകരം 1-ന് തീർക്കുമല്ലോ. അപ്പം 60-61 ദിവസത്തെ ഒരു പൂജാവിധിയാക്കി മാറ്റി. എന്താചാരലംഘനം! അങ്ങനെയാണെങ്കിൽ അന്നേ ആചാരലംഘനം എന്ന് പറയണ്ടേ? ഒരു ദിവസം തുറന്നിരുന്നു, അവസാനം 3 ദിവസമായി, 7 ദിവസമായി. 7 ദിവസം തുറന്നിരുന്നതിന് 61 ദിവസമാക്കിയപ്പോൾ വല്ല ആചാരം ലംഘിച്ച, വല്ല ദേവപ്രശ്നവും നടത്തിയ? ഇല്ല, സൗകര്യത്തിന് അത് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തിരക്കുകളൊക്കെ വന്നപ്പോൾ വർഷത്തിൽ എല്ലാ മാസവും 3 ദിവസം, 1-ാം തീയതി തുറന്ന് 1, 2, 3 അങ്ങനെ 3 ദിവസമായി. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ 10 മാസം കൂടി 30 ദിവസം, പിന്നെ 60, 30, 100, 110 ദിവസത്തോളം ശബരിമല ഇപ്പോൾ തുറക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ആചാരവും ലംഘിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇത് പടിപടിയായി നമുക്ക് ഒരു വർഷത്തിലേക്ക് കൊണ്ടുപോകൂടാ? ഇതാണ് ഈ വീഡിയോയുടെ സാരാംശം. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു വർഷത്തിലേക്ക് കൊണ്ടുപോകാതെ മാസത്തിൽ 3 ദിവസം എന്നുള്ളത് 7 ദിവസമാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, അല്ലെ 10 ദിവസമാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 1-ാം തീയതി തുറന്ന് 10-ാം തീയതി വരെ. അപ്പോൾ എന്ത് കിട്ടും? 10 മാസത്തിൽ 100 ദിവസം കിട്ടും. പിന്നെ ഈ 61 ദിവസം കൂടെ കിട്ടും. അപ്പോൾ 161 ദിവസം കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു 110 ദിവസമാണെങ്കിൽ 50 ദിവസം കൂടുതൽ കിട്ടും. എന്തുകൊണ്ട് ശബരിമല അങ്ങനെ തുറന്നുകൂടാ? ഈ പ്രശ്നം എന്താണെന്നറിയാവോ? വരേണ്യവർഗത്തിൻ്റെ കച്ചവടം, ട്രാൻസ്പോർട്ട് ഡിപ്പോയുടെ കച്ചവടം, KSRTCയുടെ കച്ചവടം, നിലയ്ക്കലിലെ കച്ചവടം, ശബരിമലയിലെ കച്ചവടം, പന്തളത്തെ കച്ചവടം, പിന്നെ നമ്മുടെ ചെങ്ങന്നൂരിലെ കച്ചവടം, ശബരിമലയിലെ എല്ലാ ആളുകളും വന്ന് ഇടിച്ചു കിടക്കുന്ന കച്ചവടം, ദേവസ്വം ബോർഡിൻ്റെ കച്ചവടം,
ഈ കച്ചവടമാണ് ശബരിമലയുടെ പ്രശ്നം. അല്ലെങ്കിൽ വർഷത്തിൽ എല്ലാ മാസവും 3 ദിവസം തുറക്കാമെങ്കിൽ അത് 7 ദിവസമോ 10 ദിവസമോ ആക്കാൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുമില്ല, ഒരാചാര ലംഘനവുമില്ല. വർഷം മുഴുവൻ തുറക്കേണ്ടതാണ്, അത് വേറെ കഥയുണ്ട്. അതിന് പറയുന്ന ന്യായങ്ങൾ, ഒന്ന് ടൈഗർ ഫോറസ്റ്റ് ആണ്, അതുകൊണ്ട് വർഷം മുഴുവൻ തുറന്നു കൊടുക്കാൻ പറ്റില്ല. നമ്പർ 2, വർഷം മുഴുവൻ തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ ആളുകൾ വരും, കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ടൈഗർ ഫോറസ്റ്റിൽ അതൊന്നും പറ്റത്തില്ല. ശരി, വേണ്ട, വർഷം മുഴുവൻ തുറക്കണ്ട. ഇപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മെക്കയിലും മെദീനയിലും ഒക്കെ ചെയ്യുന്നത് പോലെ വർഷാരംഭത്തിൽ തുടക്കത്തിൽ തന്നെ അവർക്ക് എന്ത് കൊടുക്കുക, സ്ലോട്ട് കൊടുക്കുക. സ്ലോട്ട് കൊടുത്തുകൊണ്ട് വർഷത്തിൽ 10 ദിവസം, ആദ്യത്തെ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വരാനുള്ള സ്ലോട്ട് കൊടുക്കുക. അവർക്ക് പിന്നെ ആ വർഷത്തെ ശബരിമല മകര സീസണിൽ വരാൻ പറ്റില്ല. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷം വരാൻ പറ്റില്ല. അടുത്ത വർഷം അവർക്ക് അടുത്ത സീസണിൽ വരാം. ഈ വർഷം ജനുവരി പിന്നെ ചിങ്ങമാസത്തിൽ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കോ കുടുംബത്തിനോ അടുത്ത വർഷത്തിലേക്ക് മകരത്തിൽ വരാം, അല്ലെങ്കിൽ ധനുവിൽ പിന്നെ വൃശ്ചികത്തിൽ വരാം. അല്ലാതെ ഈ വർഷം തന്നെ ചിങ്ങത്തിലും പോയി പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടി പിന്നെ അങ്ങനെ പറ്റാതെ, അനുവദിക്കാതെ ഈ വർഷം ചിങ്ങമാസത്തിൽ പോകുന്നവർക്ക് പിന്നെ ആ വർഷം പറ്റത്തില്ല, അടുത്ത വർഷമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്ലോട്ട് ഉണ്ടായിരിക്കണം, നമ്പർ സ്ലോട്ട് ആളുകൾ തികയാതെ വരണം. അങ്ങനെ ചിങ്ങം, കന്നി, തുലാം എന്നൊക്കെ പറഞ്ഞ് ഓരോ മാസത്തിലെയും 10 ദിവസത്തേക്ക് ശബരിമല തുറക്കാവുന്നതാണ്. ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പം ഞാനല്ല ദേവപ്രശ്നം വെച്ച് ഇതൊക്കെ പറയേണ്ടത്, പക്ഷേ ചിന്തിക്കാവുന്ന ഒരു നിർദ്ദേശം വരുമ്പോഴാണല്ലോ, രോഗം വരുമ്പോഴാണല്ലോ, രോഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ വരുമ്പോഴാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പ്രതിസന്ധി മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ആ സീസണിലേക്കുള്ളത് നേരത്തെ തന്നെ, അപ്പോൾ ജനുവരി മുതൽ, അപ്പോൾ വർഷം മുഴുവൻ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സെല്ല് ശബരിമല ദേവസ്വം ബോർഡ് തുടങ്ങിയാലും കുഴപ്പമില്ല. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റി ഒരു ശബരിമല ദേവസ്വം ബോർഡ്, ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, സെപ്പറേറ്റ് കമ്മിറ്റിയാണ്. ആറ്റുകാൽ സെപ്പറേറ്റ് ട്രസ്റ്റാണ്, ചക്കുളത്താവ് സെപ്പറേറ്റ് ട്രസ്റ്റാണ്, പത്മനാഭസ്വാമി ക്ഷേത്രം പ്രത്യേക ട്രസ്റ്റാണ്. എത്ര പേര് വന്നാലും അവർ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ഗുരുവായൂർ പ്രത്യേക ട്രസ്റ്റാണ്, എത്ര പേര് വേണം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നുള്ള നിലയിൽ ശബരിമലയ്ക്ക് ഒരു സെപ്പറേറ്റ് ട്രസ്റ്റ് രൂപീകരിക്കുകയോ ദേവസ്വം ബോർഡിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് സെല്ല് രൂപീകരിക്കുകയാണ്. ഫുൾ ടൈം സെല്ലാണ്. അതിന് ദേവസ്വം കമ്മീഷണർ വേറെ, ദേവസ്വം പ്രസിഡന്റ് വേറെ, എല്ലാം വേറെയാണ്. ദേവസ്വം ശബരിമലയ്ക്ക് വരെ, ശബരിമല പ്രസിഡന്റ്, ശബരിമല എല്ലാ ശബരിമല കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഈ വർഷത്തിൽ 10 ദിവസം, മാസത്തിൽ 10 ദിവസം തുറപ്പിക്കുന്നതിനെക്കുറിച്ചും വർഷത്തിൽ ഈ 60 ദിവസം എന്നുള്ളത് അല്ലെങ്കിൽ 61 ദിവസം എന്നുള്ളത് അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ രീതി എന്തുകൊണ്ട് ശബരിമലയിൽ പ്രാക്ടീസ് ചെയ്തുകൂടാ? കുറച്ച് മോലാളിമാർക്കും വരേണ്യ വർഗത്തിനുമൊക്കെ സങ്കടം വരും, പ്രയാസം വരും. പക്ഷെ ജനസാമാന്യത്തിന് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഇതിലൊരു ആചാര ലംഘനവും വരാൻ സാധ്യതയില്ല. കാരണം 3 ദിവസമായിരുന്നു, ആദ്യം 3 ദിവസമായിരുന്നു, പിന്നെ അപ്പോഴേ 7 ദിവസമാക്കി, പിന്നെ 10 ദിവസമാക്കി. അങ്ങനെയാണ് കാലാകാലങ്ങളിൽ ചെയ്തു വന്നത്. അതിപ്പോൾ 60 ദിവസമാക്കി. 60 ദിവസമാക്കിയിട്ട് പിന്നും ബഹളം കൂടിയപ്പോഴാണല്ലോ മാസത്തിൽ എല്ലാ മാസവും തുറക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണല്ലോ ഇത് വന്നത്. മാസത്തിൽ 3 ദിവസമാക്കിയത്, 1 ദിവസമാക്കി, പിന്നെ 3 ദിവസമാക്കി. എന്തുകൊണ്ട് ഇത് 10 ദിവസം, 7 ദിവസമോ 10 ദിവസമോ മാസത്തിലാക്കുകയും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ക്രമീകരണം നടത്തുകയും ചെയ്താൽ ശബരിമലയിൽ എല്ലാവർക്കും പോകാം, മര്യാദയ്ക്ക് തൊഴുകയും ചെയ്യാം, ജനലക്ഷങ്ങൾക്ക് അവിടെ എത്തുകയും ചെയ്യാം. ഇതിനാവശ്യമായ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കണം. പക്ഷേ ഇത് കച്ചവടക്കാരെ പരിപാടി വെച്ച് നടക്കത്തില്ല. വരേണ്യവർഗത്തിൻ്റെ ചില ഗോസിപ്പും പൊങ്ങച്ചവും കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല. അല്ലാതെ ചിന്തിച്ചാൽ ശബരിമലയെ ഇന്ത്യയിലെ, ഏഷ്യയിലെ, ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ തീർച്ചയായും കഴിയും.